പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ സുദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് പുറപ്പാട് പുസ്തകം 33:14 അത് ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കൂടെ മിനിസ്ട്രിക്ക് വരുന്ന നമ്മുടെ ഹൊറർ മിനിസ്ട്രിയിലെ ശരിക്കും ഒരു അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ബേബി പോൾ മാഷ് കൂടെ പറയാറുള്ള ഒരു വചനമാണ്. മാഷെ ശരിക്കും ബോധ്യപ്പെടുത്തിയ ഒരു വചനമാണ് അത്. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ ഒരു വചനം നമ്മുടെ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മോശയോട് പറഞ്ഞ കാര്യമാണ്. മോശ പ്രതികൂലങ്ങളിൽ നഷ്ടധൈര്യനായി ദൈവമായ കർത്താവെ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ശരിക്കും മോശയോട് ദൈവമായ കർത്താവ് പറയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മോശയുടെയൊക്കെ പോലെ തന്നെയല്ലേ സഹോദരങ്ങളെ? അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരായിരിക്കുന്ന അവസ്ഥയിൽ ശരി ഈശോ നമ്മോട് പറയുന്നുണ്ട്, സ്വർഗം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും ശരിക്കും എൻ്റെ യേശു എന്നെ സഹായിക്കും, എൻ്റെ യേശു വലിയവനാണ്, ഇങ്ങനെയുള്ള പിശാചി നെഗറ്റീവ് ചിന്തകൾ നൽകുമ്പോൾ നമ്മൾ അത് ധ്യാനിച്ച് അത് മാത്രം ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഈ വചനം നമുക്ക് കേൾക്കാൻ പറ്റില്ലേ? ഇന്ന് വലിയ പ്രതികൂലങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്നവരാണോ സഹോദരങ്ങളെ? ഈ വചനം ആവർത്തിച്ച് പറയുക, ആവർത്തിച്ച് ധ്യാനിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശയെ ആശ്വസിപ്പിച്ച കർത്താവ്, ആ കർത്താവ് ജീവനുള്ള ദൈവം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും നമ്മിലേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഈശോയെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ഈ ഒരു വചനം അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലെ കുടുംബങ്ങളിലെ സംഭവിക്കട്ടെ. ദൈവമേ, രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരത്തിൽ പുറപ്പാട് 33:14 അഭിഷേകം ഞങ്ങളിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.